വയനാട് കള്ളാടിയിൽ 8 ജീവനുകൾ പൊലിഞ്ഞ തുരങ്കപാത നിർമ്മാണത്തിൽ പിണറായി സർക്കാരിന്റെയും മുൻ ചീഫ് സെക്രട്ടറി എ ജയതിലകിന്റെയും കള്ളക്കളികൾ പുറത്തു കൊണ്ടുവന്ന ന്യൂസ് 18 വാർത്ത ശരിവെച്ച് ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. പദ്ധതി പ്രദേശത്ത് നിർമ്മാണത്തിന് മുൻപ് ദുരന്ത ആഘാത പഠനം നടത്താൻ സർക്കാർ സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളെ അനുവദിച്ചില്ല എന്നായിരുന്നു ന്യൂസ് 18 കണ്ടെത്തൽ. കേരള സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നിലുണ്ടായിരുന്ന കൊങ്കൺ റെയിൽവേയുടെ ഫയലുകൾ ചീഫ് സെക്രട്ടറി എ ജയതിലക് മടക്കിയത് നിയമവിരുദ്ധവും സംശയാസ്പദവുമെന്നായിരുന്നു തെളിവുകൾ നിരത്തി ന്യൂസ് 18 സ്ഥിരീകരിച്ചത്. ന്യൂസ് 18 കണ്ടെത്തലുകൾ ഒന്നൊന്നായി അംഗീകരിക്കുന്നതാണ് അമിക്കസ് ക്യൂറി രഞ്ജിത്ത് തമ്പാന്റെ റിപ്പോർട്ട്. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട്. വയനാട് തുരങ്കപാത നിർമ്മാണത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മേൽ അനധികൃത ഇടപെടൽ നടത്തി മുൻ ചീഫ് സെക്രട്ടറി എ ജയതിലകും രണ്ടാം പിണറായി സർക്കാരും കൊങ്കൺ റെയിൽവേയുടെ ഫയലുകൾ നിയമവിരുദ്ധമായി മടക്കിയെന്നായിരുന്നു ന്യൂസ് 18 കണ്ടെത്തൽ. ഫയലുകൾ മടക്കാനായി 2025 ജൂൺ 3 ചേർന്ന കേരള സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ മിനിറ്റ്സുകളടക്കം പുറത്തുവിട്ടായിരുന്നു ന്യൂസ് 18 ഇക്കാര്യം സ്ഥിരീകരിച്ചത്. മുൻ ചീഫ് സെക്രട്ടറിയുടെ നടപടി ദുരന്ത നിവാരണ നിയമത്തിലെ 18, 22 വകുപ്പുകൾ പ്രകാരം ചട്ടലംഘനമാണെന്നും ന്യൂസ് 18 കണ്ടെത്തി. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവർ വിദഗ്ധ പഠനം നടത്തേണ്ടതില്ല എന്നതായിരുന്നു ആ വിഷയത്തിൽ. അതായത് ഇങ്ങനെ ഒരു തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ കേരളത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റി ഈ വിഷയത്തിൽ ഒരു പഠനം നടത്തേണ്ടതിന്റെ ആവശ്യകതയെ ഇല്ല എന്ന നിലപാടായിരുന്നു മുൻ ചീഫ് സെക്രട്ടറി സ്വീകരിച്ചിരുന്നത് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. മുൻ ഉത്തരവ് പദ്ധതികളുടെ ദുരന്താഘാതം വിലയിരുത്താനുള്ള സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളുടെ നിയമപരമായ അവകാശത്തെ തടയുന്നതാണെന്ന് ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. വയനാട് തുരങ്ക നിർമ്മാണത്തിന്റെ ഫയലുകൾ തിരിച്ചേക്കാനുള്ള തീരുമാനം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2025 തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുള്ളതും കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രഖ്യാപിച്ച നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നുമാണ് അമിക്കസ് ക്യൂറിയുടെ നിരീക്ഷണം. നിർമ്മാണ പ്രവർത്തനം കൊങ്കൺ റെയിൽവേ ഏൽപ്പിച്ചുവെന്ന് കരുതി സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല. മറ്റൊരു കണ്ടെത്തൽ മുൻ ചീഫ് സെക്രട്ടറി ജയതിലക് പാസാക്കിയ അജണ്ടയിലൂടെ സംസ്ഥാനത്തെ പാരിസ്ഥിതിക അനുമതിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ദുരന്താഘാതം വിലയിരുത്താനുള്ള KSDMAയുടെയും DDMAയുടെയും അവകാശത്തെ നിയമപരമായി തടയുന്നത് എന്നായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെയും അന്നത്തെ ചീഫ് സെക്രട്ടറിയുടെയും ഇടപെടൽ സംശയാസ്പദവും അന്വേഷിക്കപ്പെടേണ്ടതും എന്നായിരുന്നു ന്യൂസ് 18 യോഗത്തിന്റെ മിനിറ്റ്സുകളിലടക്കം പുറത്തുവിട്ട് ആവശ്യപ്പെട്ടത്. ഈ അജണ്ടയിലില്ലാത്തൊരു വിഷയം അവതരിപ്പിക്കുകയും അങ്ങനെ അത് അവതരിപ്പിച്ച് പാസാക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് ഡേറ്റകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിണറായി സർക്കാരിന്റെയും മുൻ ചീഫ് സെക്രട്ടറിയുടെയും ഈ ഇടപെടൽ ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതുകൂടിയാണ് ചേർത്ത് വെക്കേണ്ടതായി വരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ദുരന്ത നിവാരണ അതോറിറ്റികളെ മാറ്റി നിർത്താനുള്ള ചീഫ് സെക്രട്ടറിയുടെ തീരുമാനം സംസ്ഥാനത്ത് ഇപ്പോഴും പിന്നീടും ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണെന്ന് അമിക്കസ് ക്യൂറി വിലയിരുത്തുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയെ മാറ്റി നിർത്തി പാരിസ്ഥിതികാഘാതം വിലയിരുത്താതെ മടക്കിയ ഫയലുകളുടെ നിർമ്മാണ പ്രദേശമായ കള്ളാടി പശ്ചിമഘട്ടത്തിലെ അതീവ പരിസ്ഥിതി ദുർബല മേഖലയാണെന്ന് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ പറയുന്നു. മണ്ണിടിച്ചിലിന് സാധ്യത കൂടിയ പ്രദേശമാണെന്ന് മാത്രമല്ല എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയായി വിജ്ഞാപനം ചെയ്തവ കൂടിയാണ്. അതീവ സൂക്ഷ്മ ദുരന്ത സാധ്യത വിലയിരുത്തൽ കൂടി അനിവാര്യമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുമ്പോഴാണ് നിർമ്മാണത്തിനിടയിൽ 8 ജീവനുകൾ പൊലിഞ്ഞെടുത്ത് പിണറായി സർക്കാരിന്റെ മൗനാനുവാദത്തോടു കൂടി ചീഫ് സെക്രട്ടറി എ ജയതിലക് നടത്തിയ ഗുരുതര നിയമലംഘനത്തിന്റെ ആഴവും വ്യാപ്തിയും ബോധ്യമാകുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അധ്യായം 10 ഇങ്ങനെ വ്യവസ്ഥ ചെയ്യുന്നു: ദുരന്ത നിവാരണ നിയമങ്ങൾ ബോധപൂർവം മറികടക്കുന്നവർക്കെതിരെ ക്രിമിനൽ നടപടി കുറ്റങ്ങൾ ചുമത്താവുന്നതാണ്. അങ്ങനെയെങ്കിൽ കള്ളാടിയിൽ 8 ജീവനുകൾ പൊലിഞ്ഞെടുത്ത് ബോധപൂർവം നിയമം മറികടന്നവർക്കെതിരെ VD സതീശൻ സർക്കാർ നിയമ നടപടിയിലേക്ക് നീങ്ങുമോ? ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.